പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്, നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൻ്റെ ഏറ്റവും മുകളിൽ ഭാഗത്തായിട്ട് ഒരു ഗ്രീൻ ലെറ്റർ, ഇതുപോലെ ഗ്രീൻ ഡോട്ട് കണ്ടിട്ടുണ്ടോ? ഗ്രീൻ ഡോട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് എന്താണെന്നുള്ളത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഡോട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഈ രീതിയിൽ നമ്മളുടെ ഫോണിൽ ഏതെങ്കിലും തരത്തിൽ ഡോട്ട് കണ്ടു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മുടെ ക്യാമറയോ അല്ലെങ്കിൽ നമ്മുടെ മൈക്രോഫോണോ അല്ലെങ്കിൽ നമ്മുടെ കോൾ റെക്കോർഡിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീൻ റെക്കോർഡിങ്ങോ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിൻ്റെ ഒരു സിമ്പലാണ് ഈ മുകളിൽ കാണുന്നത്. നിങ്ങൾ ഈ തരത്തിൽ കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്യുക, ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ടോ. നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ, റെക്കോർഡിങ് നടക്കുന്നുണ്ടോ, നിങ്ങളുടെ ഏതെങ്കിലും ക്യാമറ പെർമിഷൻസ് അനാവശ്യമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻസിനോ അല്ലെങ്കിൽ മറ്റുള്ള വെബ്സൈറ്റുകൾക്കോ ഒക്കെ കൊടുത്തിട്ടുണ്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ക്യാമറ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ലോങ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ആപ്പ് ഇൻഫോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പെർമിഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. പെർമിഷൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ എന്തൊക്കെ ലൊക്കേഷൻസ്, എന്തൊക്കെ കാര്യങ്ങളാണ് പെർമിഷൻസാണ് നിങ്ങളിതിനെ എനേബിൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഏതെങ്കിലും തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ തേർഡ് പാർട്ടി അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ക്രീൻ റെക്കോർഡാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നോക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ വോയിസ് റെക്കോർഡുകൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ എന്തോ ആയിക്കോട്ടെ, നമുക്കിതുപോലെ ഡയറക്റ്റ് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്കതിനെ നോക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ സെറ്റിങ്സിൽ കയറിയതിന് ശേഷം നിങ്ങളുടെ ഗൂഗിൾ എടുക്കുക. ഗൂഗിളിനകത്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷനോ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ആപ്ലിക്കേഷനിൽ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ആപ്ലിക്കേഷൻ എടുത്തുകൊണ്ട് ഏതെങ്കിലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാത്ത ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് ആപ്പ് മാനേജ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ആപ്ലിക്കേഷനും കാണാനായിട്ട് സാധിക്കും. ഇതിനകത്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാതായിട്ടുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്നും ഡിലീറ്റ് ചെയ്ത് കളയാം. നിങ്ങളുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ട്രാക്കിംഗ് ഹാക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സിമ്പിളാണിത്. കാരണം നമ്മുടെ ക്യാമറയോ മൈക്രോഫോണോ സ്ക്രീൻ റെക്കോർഡുകളോ ഒക്കെ ഓണായാൽ മാത്രമാണ് ഇവിടെ ഈ ഒരു ഗ്രീൻ ലെറ്റർ കാണിക്കുകയുള്ളൂ, ഈ ഗ്രീൻ ടിക്ക് കാണിക്കത്തുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്കിവിടെ ഗൂഗിൾ വഴി അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം വഴിയൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതലായിട്ടും ഇതുപോലുള്ള എന്തെങ്കിലും കണക്ഷൻ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഗൂഗിൾ ക്രോം എടുത്തതിന് ശേഷം റൈറ്റ് സൈഡിലുള്ള ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഡിലീറ്റ് ബ്രൗസിങ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുക. അത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഇത് കിടക്കുന്നത് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കുക. ഇതുപോലുള്ള ഏതെങ്കിലും ടാബുകളൊക്കെ ഉണ്ട്, അതെല്ലാം ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഓഫ് ചെയ്യുക. ഇതുപോലെ എന്തെങ്കിലും ടാബുകളോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാം ഒന്ന് ഓഫ് ചെയ്ത് കളയുക. ഓഫ് ചെയ്ത് കളയുമ്പോൾ അത് ഓഫ് ആകുന്നുണ്ടോ എന്ന് നോക്കുക. ഞാനിവിടെ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഓപ്ഷൻ വരുന്നുള്ളൂ. ഈ റെക്കോർഡിംഗ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്രീൻ ഡോട്ട് അവിടെ നിന്നും മാറും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാതെ തന്നെ ക്യാമറയോ മൈക്രോഫോണോ അല്ലെങ്കിൽ നമ്മൾ സ്ക്രീൻ റെക്കോർഡോ ഒക്കെ ഉപയോഗിക്കാതെ തന്നെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഏതോ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ, ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ മറ്റൊരു ഈ മൈക്രോഫോണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിരിക്കുക. മറ്റൊരു നല്ല എപ്പിസോഡായിട്ട് കാണുന്നവരെ ബൈ, സീ യു.